നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക LP സ്കൂളിന്റെ ലോക റെക്കോർഡ്. ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിരിക്കുന്നത് നോട്ട് ബുക്ക് പേപ്പറുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ ഏറ്റവും വലിയ ചുവർച്ചിത്രം നിർമ്മിച്ചതിന്. ആളൂർ വെള്ളാഞ്ചിറയിൽ വൻ മദ്യവേട്ട. 1200 കേസ് സ്പിരിറ്റ് പിടികൂടി. പൊരുന്നൻകുന്നിലെ കോഴി ഫാമിന്റെ മറവിലായിരുന്നു മദ്യശേഖരണം. 2 പേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. സപ്ലൈകോയിലെ 13 ഇനം സബ്സിഡി സാധനങ്ങളുടെ വില ഉടൻ കൂട്ടും. വില കൂട്ടുന്നതടക്കം സപ്ലൈകോ പുനഃസംഘടനയെക്കുറിച്ചുള്ള പ്രത്യേക സമിതി റിപ്പോർട്ട് അടുത്ത മന്ത്രിസഭായോഗം പരിഗണിച്ചേക്കും. വിശദമായ വാർത്തകളിലേക്ക്. നോട്ട് ബുക്ക് പേപ്പറുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ജവഹർലാൽ നെഹ്റുവിൻ്റെ ഏറ്റവും വലിയ ചുവർച്ചിത്രം എന്ന ലോക റെക്കോർഡ് അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക LP സ്കൂളിൽ. 2023 നവംബർ 10 ഗാന്ധി സ്മാരക ലോവർ പ്രൈമറി സ്കൂളിലെ 71 വിദ്യാർത്ഥികളും 5 അധ്യാപകരും ചേർന്ന് നിർമ്മിച്ച പേപ്പറുകൾ കൊണ്ടുള്ള ജവഹർലാൽ നെഹ്റുവിൻ്റെ ഏറ്റവും വലിയ ചുവർച്ചിത്രം 8x6 അടി വലിപ്പത്തിൽ നിർമ്മിക്കുകയായിരുന്നു. ഈ സൃഷ്ടിയാണ് ഇപ്പോൾ ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പും 2 വട്ടം അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക LP സ്കൂളിന് ശ്രദ്ധേയമായ 2 നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നു. പെൻസിൽ കൊണ്ട് ഗാന്ധിജിയുടെ ചിത്രവും റബ്ബർ കൊണ്ട് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖവും സൃഷ്ടിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഈ വിദ്യാലയം ഇടം പിടിച്ചത്. എന്നാൽ ഇപ്പോൾ ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിലാണ് ഇവിടുത്തെ കുട്ടികളും അധ്യാപകരും ചേർന്നൊരുക്കിയ ചിത്രം അഭിമാനത്തോടെ എഴുതി ചേർക്കപ്പെടുന്നത്. ആളൂർ വെള്ളാഞ്ചിറയിൽ വൻ മദ്യവേട്ട. 1200 കേസ് സ്പിരിറ്റ് പിടികൂടി. പൊരുന്നൻകുന്നിലെ കോഴി ഫാമിൻ്റെ മറവിലായിരുന്നു മദ്യശേഖരണം. 2 പേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. 64 കന്നാസുകളിലായാണ് ഇവിടെ സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്നത്. 3 മാസം മുൻപാണ് ലോറിയിൽ കന്നാസുകളിൽ സ്പിരിറ്റ് ഇവിടെ കൊണ്ടിറക്കിയത് എന്ന് പിടിയിലായവർ പറഞ്ഞു. വെള്ളാഞ്ചിറയിൽ വൻ വ്യാജമദ്യ നിർമ്മാണ കേന്ദ്രം കണ്ടെത്തി. റെയ്ഡിൽ 15,000 കുപ്പി വ്യാജ വിദേശ മദ്യവും 2500 ലിറ്റർ സ്പിരിറ്റും പിടിച്ചെടുത്തു. BJP മുൻ പഞ്ചായത്ത് അംഗവും നാടക നടനുമായ KPSC ലാൽ അടക്കം 2 പേരെ അറസ്റ്റ് ചെയ്തു. കർണാടകയിൽ നിന്ന് വ്യാജമദ്യം എത്തിച്ച ശേഷം വിവിധയിടങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നതിന് ഗോഡൌണായാണ് കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. ഇത് ഒരു കോഴി ഫാമായിരുന്നു. കോഴി ഫാമിന്റെ അകത്ത് കോഴിത്തീറ്റയും മറ്റും സൂക്ഷിച്ചിരുന്ന മുറിയിൽ പ്രത്യേക അറയുണ്ടാക്കിയാണ് സ്പിരിറ്റും വ്യാജമദ്യവും സൂക്ഷിച്ചിരുന്നതെന്ന് പോലീസ് പറയുന്നു. ഈ കോഴി ഫാം ലാലിന്റെ പേരിൽ ഉള്ളതാണ്. ഇയാളുടെ ഉടമസ്ഥതയിൽ തന്നെയാണ് വ്യാജമദ്യ നിർമ്മാണ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നതെന്നും പോലീസ് പറയുന്നു. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത്. മീഡിയ ടൈം, ആളൂർ. സപ്ലൈകോയിലെ 13 ഇനം സബ്സിഡി സാധനങ്ങളുടെ വില ഉടൻ കൂട്ടും. വില കൂട്ടുന്നതടക്കമുള്ള സപ്ലൈകോ പുനഃസംഘടനയെക്കുറിച്ചുള്ള പ്രത്യേക സമിതി റിപ്പോർട്ട് അടുത്ത മന്ത്രിസഭായോഗം പരിഗണിച്ചേക്കും. സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് വില കൂട്ടാൻ LDF നേരത്തെ അനുമതി നൽകിയിരുന്നെങ്കിലും നവകേരള സദസ്സ് തീരാൻ കാത്തിരിക്കുകയായിരുന്നു. 2016 മെയ് മുതൽ 13 ഇനം അവശ്യ സാധനങ്ങൾക്ക് സപ്ലൈകോയിൽ ഒരേ വിലയാണ്. പിണറായി സർക്കാർ പ്രധാന നേട്ടമായി എണ്ണിയിരുന്ന അവശ്യ സാധന സബ്സിഡിയിൽ കാലോചിതമായ മാറ്റമില്ലാതെ പറ്റില്ലെന്നായിരുന്നു സപ്ലൈകോയുടെ നിലപാട്. ഒന്നുകിൽ നഷ്ടം നികത്താൻ പണം, അല്ലെങ്കിൽ വില കൂട്ടാൻ അനുമതി എന്ന കടുംപിടുത്തത്തിൽ വില കൂട്ടാൻ ഇടതുമുന്നണി കൈക്കൊടുക്കുകയായിരുന്നു. കടം കയറി കുടിശ്ശിക പെരുകി കരാറുകാർ പിന്മാറിയതോടെ പ്രവർത്തനം പ്രതിസന്ധിയിലായ സപ്ലൈകോയെ കരകയറ്റാൻ വില വർധനയല്ലാതെ കുറുക്കുവഴികൾ ഇല്ലെന്നാണ് സർക്കാർ നിയോഗിച്ച 3 അംഗ സമിതിയുടെയും വിലയിരുത്തൽ. പല ഉൽപ്പന്നങ്ങൾക്കും നിലവിൽ 50% ഉള്ള സബ്സിഡി കുത്തനെ കുറയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾക്കാണ് മുൻഗണനയെന്നാണ് വിവരം. സർക്കാർ സബ്സിഡി കുറയ്ക്കുന്നതോടെ അവശ്യ സാധനങ്ങളുടെ വിലയിൽ വലിയ വർധനവുണ്ടാകും. വിമർശനം കുറയ്ക്കാൻ നിലവിലെ 13 ഇനങ്ങൾക്ക് പുറമെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ സബ്സിഡി പരിധിയിലേക്ക് വരും. അതാത് സ്റ്റോറുകളുടെ പ്രവർത്തനത്തിനുള്ള തുക അവിടെ നിന്ന് തന്നെ സമാഹരിക്കാനും സർക്കാരിൻ്റെ ബാധ്യത കുറയ്ക്കാനുള്ള നിർദ്ദേശങ്ങളും ഉണ്ട്. 3 അംഗ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിൽ സർക്കാർ അധികം വൈകാതെ തീരുമാനമെടുക്കും. ക്രിസ്മസ് ചന്തയിലടക്കം മുഴുവൻ സബ്സിഡി സാധനങ്ങൾ ഇല്ലായിരുന്നു. പുതുവർഷത്തിൽ സപ്ലൈകോയിൽ സാധനങ്ങൾ ഉണ്ടാകും, പക്ഷേ വില കൂടുതൽ കൊടുക്കണം. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. പുത്തഞ്ചിറയിലെ കട്ടിയാമ്പാറ കോളനിയിലെ പോക്സോ പീഡന കേസിൽ ഇരയായവരുടെ വീടുകൾ കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചു. പീഡനക്കേസിൽ പ്രതിയായ CPM നേതാവിനെ സംരക്ഷിക്കുന്ന CPIM DYFI നേതാക്കളെ പൊതുജനങ്ങൾ തിരിച്ചറിയണമെന്നും കുടുംബത്തിനു വേണ്ടിയുള്ള എല്ലാ നിയമ പിന്തുണയും കോൺഗ്രസ് നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു. കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ES സാബു,
വൈസ് പ്രസിഡന്റ് KP സുനിൽകുമാർ, പുത്തഞ്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MP സോണി, കോൺഗ്രസ് നേതാക്കളായ VA നദീർ, TS ഷാജി, ജിജു അരിക്കടൻ, VS അരുൺരാജ്, സനിൽ സത്യൻ, CD പോൾസൺ, ജെറോം കരിമാലിക്കൽ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. കോവിഡിൽ കേരളത്തിന് ആശ്വാസം. കേരളത്തിൽ ഇന്നലെ സ്ഥിരീകരിച്ചത് 32 പുതിയ കേസുകൾ മാത്രം. കേരളത്തിലെ ആകെ ആക്റ്റീവ് കേസുകൾ 3096 രാജ്യത്ത് 3 കോവിഡ് മരണവും റിപ്പോർട്ട് ചെയ്തു. അതേസമയം കർണാടകയിൽ കോവിഡ് കേസുകൾ കൂടുകയാണ്. ഇന്നലെ 92 കേസുകൾ കർണാടകയിൽ റിപ്പോർട്ട് ചെയ്തു. തമിഴ്നാട്ടിൽ 4 പേർക്ക് കോവിഡ് ഉപഭേദമായ H1N സ്ഥിരീകരിച്ചതായി സർക്കാർ അറിയിച്ചു. നവംബറിൽ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകളുടെ ഫലമാണ് ഇപ്പോൾ വന്നതെന്നും 4 പേരും രോഗമുക്തരായെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക LP സ്കൂളിന്റെ ലോക റെക്കോർഡ്. ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിരിക്കുന്നത് നോട്ട് ബുക്ക് പേപ്പറുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ ഏറ്റവും വലിയ ചുവർച്ചിത്രം നിർമ്മിച്ചതിന്. ആളൂർ വെള്ളാഞ്ചിറയിൽ വൻ മദ്യവേട്ട. 1200 കേസ് സ്പിരിറ്റ് പിടികൂടി. പൊരുന്നൻകുന്നിലെ കോഴി ഫാമിന്റെ മറവിലായിരുന്നു മദ്യശേഖരണം. 2 പേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. സപ്ലൈകോയിലെ 13 ഇനം സബ്സിഡി സാധനങ്ങളുടെ വില ഉടൻ കൂട്ടും. വില കൂട്ടുന്നതടക്കം സപ്ലൈകോ പുനഃസംഘടനയെക്കുറിച്ചുള്ള പ്രത്യേക സമിതി റിപ്പോർട്ട് അടുത്ത മന്ത്രിസഭായോഗം പരിഗണിച്ചേക്കും. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.